നൂറ്റാണ്ട് കണ്ട ഏറ്റവും നിർണായകമായ കൂടിക്കാഴ്ചയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നടക്കാൻ പോകുന്നത്. പഴുതടച്ച സുരക്ഷയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഏത് തരത്തിലുള്ള ഭീഷണിയെയും ഞൊടിയിടയിൽ നീക്കാൻ കഴിയുന്ന അത്യാധുനിക സംവിധാനവും ഇരു രാജ്യത്തിന്റെ ഭാഗത്തു നിന്നുള്ള 1000-ഓളം സൈനികരെയും വേണ്ടിവന്നാൽ ഉപയോഗിക്കാൻ കഴിയുന്ന ബാലിസ്റ്റിക് മിസൈൽ സംവിധാനം ഉൾപ്പെടെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് നിയന്ത്രണമുള്ളതിനാൽ കൂടുതൽ വിവരങ്ങൾ ഇവിടെ നിന്ന് പുറത്തു വരുന്നില്ല. സമീപത്തെ ഹോട്ടലുകൾ ചെറു വിമാനങ്ങളടക്കം പറക്കാനുള്ള കേന്ദ്രമായതിനാൽ ഇവയ്ക്കെല്ലാം താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി പേർ എത്തുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടിയാണ് ഇവിടം. അതുകൊണ്ട് തന്നെ സഞ്ചാരികളെ നിയന്ത്രിച്ചിട്ടുണ്ടെന്നും മറ്റൊരു ലോക നേതാവ് തങ്ങളുടെ നാട്ടിലെത്തുമ്പോൾ സ്വന്തം നേതാവിന് നൽകുന്ന സൗകര്യങ്ങൾ അദ്ദേഹത്തിനും നൽകേണ്ടതുണ്ടെന്നുമാണ് അലാസ്കയിലെ പ്രാദേശിക ഭരണകൂടം പറയുന്നത്. മീറ്റിംഗ് റൂമിന് പുറത്ത് ഇരു രാജ്യങ്ങളിലെയും 10 പേരടങ്ങുന്ന അത്യാധുനിക സംവിധാനങ്ങളുള്ള സുരക്ഷാ സൈനികർക്ക് മാത്രമേ നിൽക്കാൻ അനുവാദമുള്ളൂ. എന്ത് സംഭവിച്ചാലും പകരത്തിന് പകരം എന്ന നിർദ്ദേശമാണ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്നതെന്നും പേര് വെളിപ്പെടുത്താത്ത ഒരു ഉദ്യോഗസ്ഥൻ ബ്ലൂംബെർഗിനോട് പറഞ്ഞു. തങ്ങളുടെ പ്രസിഡന്റിന്റെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനം. അതിഥിയുടെ സുരക്ഷ അടുത്ത ലക്ഷ്യവും CIA വൃത്തങ്ങൾ പറഞ്ഞതായും വാർത്തകളുണ്ട്. ഇതോടെ ചർച്ച സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ. യഥാർത്ഥത്തിൽ ഈ കൂടിക്കാഴ്ച ഒരു സാധാരണ നയതന്ത്ര ചർച്ച മാത്രമല്ല. ഇത് ആഗോള ബന്ധങ്ങളിൽ ഒരു സുപ്രധാന നാഴികക്കല്ലാകാൻ സാധ്യതയുള്ളതാണ്. ഏകദേശം 35 വർഷം മുമ്പ് നടന്ന ജർമ്മൻ ഏകീകരണ ചർച്ചകളുമായി ഇതിനെ താരതമ്യം ചെയ്യുന്നുണ്ട്. ഈ താരതമ്യം അതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നാണ് വ്യക്തമാക്കുന്നത്. ഈ കൂടിക്കാഴ്ച നടത്തുന്നത് ലോകം പുതിയ ശക്തി കേന്ദ്രത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ ഒരു വശത്തും അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങാത്ത ബ്രിക്സ് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന കൂടുതൽ ശക്തമായ ഒരു കൂട്ടായ്മ മറുവശത്തുമായി നിൽക്കുന്നു. ഈ രീതിയിൽ 2 തട്ടുകളിലായി ലോകം വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ആഗോള ശക്തി സന്തുലനത്തിൽ ഒരു വലിയ മാറ്റമുണ്ടാക്കുന്നു. ഈ സാഹചര്യത്തിൽ പുടിൻ ട്രംപ് കൂടിക്കാഴ്ച പഴയകാല വൈരാഗ്യങ്ങൾ ഉപേക്ഷിച്ച് സമാധാനപരമായ സഹവർത്തിത്വത്തിന് പുതിയ നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമമായി കാണാം. ഈ കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുക, റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുക, ആഗോളതലത്തിൽ ഒരു പുതിയ ലോകക്രമം സ്ഥാപിക്കുക എന്നിവയാണ്. യുക്രൈനെ ഒഴിവാക്കിക്കൊണ്ട് സമാധാന ചർച്ചകൾ നടത്താനുള്ള ട്രംപിന്റെ ശ്രമമായും ഈ കൂടിക്കാഴ്ചയെ കാണാം. കൂടിക്കാഴ്ച അലാസ്കയിലെ ജോയിന്റ് ബേസ് എൽമെൻഡോർഫ് റിച്ചാർഡ്സൺ എന്ന സൈനിക താവളത്തിലാണ് നടക്കുന്നത്. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയനെ നിരീക്ഷിക്കുന്നതിനുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ഈ സ്ഥലം. റഷ്യൻ സാമ്രാജ്യം അമേരിക്കയ്ക്ക് വിട്ടുകൊടുത്ത ചരിത്രപരമായ സ്ഥലവുമാണിത്. പുടിനും ട്രംപും ചർച്ച നടത്തുന്നതിനായി അലാസ്ക തിരഞ്ഞെടുത്തത് ഇരു രാജ്യങ്ങൾക്കും യൂറോപ്പിൽ നിന്നും യുക്രൈനിൽ നിന്നും അകന്ന് ചർച്ച നടത്താനുള്ള ഒരു അവസരം കൂടിയാണ്. ഈ കൂടിക്കാഴ്ചയിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്ക് ട്രംപിന്റെ ക്ഷണം ലഭിച്ചിട്ടില്ല. യുക്രൈനെ കുറിച്ച് യുക്രൈൻ ഇല്ലാതെ ഒന്നും ചർച്ച ചെയ്യരുത് എന്ന പാശ്ചാത്യ നിലപാടിന് ഇത് വിരുദ്ധമായിരുന്നു. സെലൻസ്കിയെ ഒഴിവാക്കിയത് റഷ്യയുടെ വിജയമായും യൂറോപ്പിനും യുക്രൈനും ഒരു തിരിച്ചടിയുമായാണ് വിലയിരുത്തപ്പെട്ടത്. ഈ കൂടിക്കാഴ്ച ലോകമെമ്പാടുമുള്ള പ്രധാന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ഒരു പുതിയ പാത തുറക്കുമെന്നാണ് നിരീക്ഷണം. ഭിന്നതകൾക്ക് അപ്പുറം ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നതിലൂടെ മാത്രമേ ആഗോള സമാധാനം സാധ്യമാകൂ എന്ന സന്ദേശമാണ് ഈ കൂടിക്കാഴ്ച ലോകത്തിന് നൽകുന്നത്.